നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവൾ. ഒന്നും പറയാനില്ല. കഞ്ചാവ് മുത്ത ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ ആരെയും ദോഷമൊന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നുണ്ടൊന്നും പറയുന്നില്ല. നീ ആണോടി മയിരെ എനിക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്തത്? എപ്പോഴടി മയിരെത്തി? അപ്പൊ എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. കാരണം അത്രയ്ക്കും അമ്മാതിരി പുളിച്ച തെറിയാണ് നാഗ ഇവിടെ വിളിക്കുന്നത്. കുട്ടികൾ ആരും ഈ ഒരു വീഡിയോ കാണരുത്. വേറൊരു കാര്യമുണ്ട്, നാഗയുടെ അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോ ഇല്ല. ഇത് വേറൊരു ഐഡിയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ വന്നേക്കുന്നത്. ഷഫീന ബീവിക്ക് ഇങ്ങനെ ഒരു മറുപടി നാഗ കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ നല്ല രീതിയിൽ വൈറലായിട്ട് പരന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പും ഇതുപോലെ ഷഫീന ബീവിയും നാഗയും തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. ഇനിയിപ്പോ വീഡിയോ എടുത്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതായത് മഞ്ജു പിള്ളയുടെ മകളുടെ ആ വൈറൽ പോസ്റ്റ്, ആ വിവാദം തീരുന്നില്ല. എന്തായാലും ഓരോരുത്തരായിട്ട് രംഗത്ത് വന്നിട്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറയാം, ഷഫീന ബീവിക്കാണ് ഇവിടെ നീതി കിട്ടാത്തത്. ഈ നാഗ എന്ന് പറയുന്ന നാഗാദേവി ഷഫീന ബീവിക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് മറുപടി കൊടുക്കുന്നത്. വളരെ വളരെ മോശമായ രീതിയിൽ. എന്തായാലും ഞാൻ അത് വെച്ചു തരാം. ഒരു പെണ്ണിനെയും പറയാൻ പറ്റാത്ത രീതിയിൽ പച്ച തെറി പറഞ്ഞാണ് ഈ നാഗ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷെ നാഗ ചേച്ചി അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാർ ആരുമില്ല, റീൽസിൽ ഒന്നും ആരുമില്ല. നാഗയാണെങ്കിൽ ഭയങ്കര പുളിച്ച തെറിയാണ് ഷഫീന ബീവിയെ വിളിക്കുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ന്യായമാണ്. ഷഫീന ബീവി ഇത്തിരി നല്ല രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ പറഞ്ഞതാണ് ഇപ്പൊ തെറ്റായി മാറിയിരിക്കുന്നത്. ഷഫീന ബീവിയെ ഇപ്പൊ ആർക്കും എന്തും പറയാവുന്നതായോ? ഷഫീന ബീവി പറഞ്ഞത് ശരിയെന്ന് പറയുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പ്ലീസ്. ലൈക്ക്. പിന്നെ എടുത്തു പറയാനുള്ളത് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണം. നമുക്ക് എന്തായാലും ഒന്നൊന്നായിട്ട് കേട്ടിട്ട് നാഗ പറയുന്നതെല്ലാം ഒന്നൊന്നായിട്ട് കേട്ടിട്ട് മറുപടി കൊടുക്കാം. നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 11ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല. എവിടെയും കാണാൻ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. നിന്റെ അടുത്ത് തെണ്ടാൻ വന്നോടി പട്ടി പൊലയാരി പുണ്ട പൂറി മോളെ. ഷെബീന ബിബി തെറിയുത്താത്ത എന്ന് പറയുന്ന ആ കഴിവേറുടെ മോളെ. നിനക്ക് ഇത് തന്നെ ഞാൻ തരും. കാരണം അടച്ചിട്ട മുറുക്കിയാ തരുന്നു. തോന്നിയാസം പറയുമ്പോഴേ ആലോചിക്കണം ഇതാരെയാണ് എന്തുവാണ് പറയുന്നതെന്ന്. നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ട. അപ്പൊ ഈ നാഗചേച്ചി പറയുന്ന തെറി കണ്ടില്ലേ? ഭയങ്കര പുളിച്ച തെറിയാണ് ഷഫീന ബീവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയൊന്നും പിന്നെ ഷഫീന ബീവി പറഞ്ഞില്ല കേട്ടോ. എന്തായാലും രണ്ടും കണക്കാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതെന്തായാലും പച്ചത്തെറിയല്ലേ വിളിച്ചത്. നേരെ മറിച്ച് മഞ്ജു പിള്ളയുടെ മകളോട് ഷഫീന ബീവി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇച്ചിരി പറഞ്ഞ ആ ഒരു അവതരണത്തിൽ ഇച്ചിരി ഇതുണ്ട്. പക്ഷെ കാര്യം ശരിയാ. ഷഫീന ബീവി പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഒരു കാര്യം പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. അവർ പറഞ്ഞ രീതി ഇത്തിരി കട്ടിയായി പോയി. കുറച്ച് വാക്കുകളൊക്കെ ഇടക്ക് കുത്തിക്കയറ്റി. അതാണ് ഇച്ചിരി പ്രശ്നമായത്. അപ്പൊ ഈ നാഗചേച്ചി പറഞ്ഞതിന് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലേ? അതിന്റെ ഇടയിൽ വന്ന കമന്റ് എന്ന് പറഞ്ഞാൽ നാഗചേച്ചി പുളിയാണ്, നാഗചേച്ചി തീയാണ്, നാഗചേച്ചി മുത്താണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകളാണ് വന്നിരുന്നത്. ഒരുപാട് പെൺകുട്ടികളാണ് ഈ നാഗചേച്ചിയുടെ ഇതിന് വന്ന് താഴത്ത് വന്ന് ഇവരെ തെറി വിളിക്കുന്നതിന് കമന്റ് ഇടുന്നത്. അതും എല്ലാം പോസിറ്റീവ് കമന്റ്. പക്ഷെ ഈ കമന്റ് ഇട്ടവരൊക്കെ ഒരു കാര്യം വിചാരിക്കുക, ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ഒന്ന് പെട്ടുപോയാൽ ആരും ഉണ്ടാവത്തില്ല. ശരിക്കും നിങ്ങൾക്ക് ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷഫീന ബീവി അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ ഒന്നും ധരിക്കാതെ നടന്നാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നിന്റെ കൂതിയിലോട്ട് ഞാൻ വന്നോടി മയിലേ? ഇല്ല. നിന്നെ 10 തെറി പറഞ്ഞാൽ എനിക്ക് പുണ്യമേ ആളുകൾ തരുള്ളൂ. ഈ തത്സമയം ഇനി നന്നായിട്ട് കിടന്നോടും. എല്ലാവർക്കും ഇഷ്ടമാണ്. നിന്നെ ആർക്ക് വേണം? കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തെങ്കിലും മൈര്യത്തരം അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. നിന്റെ കൂതി ഇരുന്നങ്ങ് പൊളക്കുക വന്നോടി മൈര്യത്തി. മൈര്യത്തി, നിനക്ക് എത്ര പേരുടെ ശാപം കിട്ടിയിട്ടുണ്ട്? എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ പൊന്നളിയോ, ഇങ്ങനെ പറയുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ പറയുന്നതാണ് ഇതൊക്കെ. എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, കുട്ടികളൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഇത്. ഒരു സോഷ്യൽ മീഡിയ ആണിത്. അപ്പം ഈ ഷഫീന ബീവിയോടാണെങ്കിലും ഈ നാഗചേച്ചിനോടാണെങ്കിലും എനിക്ക് പറയാനുള്ള ഇതാണ്, കുട്ടികൾ വരെ യൂസ് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇതിനെ ഒന്നും പ്രതികരിക്കാൻ ഒരു റിയൽ ക്രിയേറ്ററും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരും ആരും ഇല്ലേ? എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതിനെ പ്രതികരിച്ച് ആരും ഒരു വീഡിയോ ചെയ്തിട്ടില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഷഫീന ബീവി അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എത്ര പേരാണ് ഷഫീന ബീവിയെ പഞ്ഞിക്കിട്ടത്? എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നിന്നെ ഇട്ട് തെറി വിളിച്ച് കൊല്ലുക. എൻ്റെയും കൂടെ ശാപം നീ വാങ്ങിച്ചു.
മയിലെത്തി തെറിയതാത്ത എന്ന് പറയുന്ന ഷെബീന ബീബി ഉണ്ടത്തി പൂറി മോളെ. ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ് എന്ന് പറയുന്ന നാഗചേച്ചി തീയാണെന്ന്. നാഗചേച്ചിയെ ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. എല്ലാം ചെറിയ പെൺപിള്ളേരൊക്കെയാണ് വന്ന് കമന്റ് ഇടുന്നത്. നാഗചേച്ചി വന്നത് വലിയ കാര്യം, ഇവരെ തെറി പറയുന്നവരെ തെറി കൊണ്ട് തന്നെ തീർക്കണോന്നൊക്കെയാ പറയുന്നത്. ഷെഫീന ബീവി ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോ എല്ലാവർക്കും കൊണ്ടു. പക്ഷെ ഇവരെന്തൊക്കെയാണ് ഷെഫീന ബീവിയെ പറയുന്നത്? ഒരു പെണ്ണ് നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവര് പറയുന്നത്. ഇതിനാർക്കും ഒരു പ്രശ്നമില്ല, ഒന്നും പറയാനില്ല. കഞ്ചാവ് മുത്ത ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ ആരെയും ദോഷമൊന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നുണ്ടൊന്നും പറയുന്നില്ല. നീ ആണോടി മൈരെ എനിക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്തത്? എപ്പോഴടി മൈരെത്തി? ഒരു കാര്യം പറയാം, നാഗ എന്ന് പറയുന്ന ചേച്ചി കഞ്ചാവ് വലിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അവരുടെ സംസാരം കേൾക്കുമ്പോൾ സാധാരണക്കാരായ ആരാണെങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കും. അതിലൊരു തെറ്റുമില്ല, ബാക്കിയും കൂടെ കണ്ടുപോകാം. നീ എനിക്ക് കൊണ്ടുവന്നത് ഷെബീന ബീബി എടി മൈരെത്തി. അവള് മറ്റുള്ളവരുടെ ആണത്വം പെണ്ണത്വം അളക്കാൻ നടക്കുക, എന്നാൽ അവൾ ഏത് കോലത്തിലായിരിക്കുന്നത്? ഷെബീന ബീവി സംസാരിച്ചത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, നാളെ ഞാനൊരു വീഡിയോ ചെയ്യുന്നു, ഈ സ്ത്രീകളോടും പെൺകുട്ടികളോടും എല്ലാവരോടും പറയുന്നു, നിങ്ങൾ എല്ലാവരും നല്ല ഇഷ്ടമുള്ള വേഷം ധരിച്ച് നടക്കുക, അവിടെ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുക, അങ്ങനെ നടക്കുക, തുണിയില്ലാതെ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലൈക്കുകളും കമന്റുകളും ആയിരിക്കും എനിക്ക് അതിന്റെ അടിയിൽ കിട്ടുന്നത്. അങ്ങനെ നടക്കുന്നതാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മുടിയും വെട്ടിക്കളഞ്ഞ് ഷെബീന ബീബി എന്നൊരു പേര് വിട്ട് ഒരു ഊമ്പി പേരും. നാഗച്ചേച്ചി, നിന്റെ തള്ളയുടെ കൂടി കൂടെ അല്ലേ ഞാൻ ഇറങ്ങി വന്നത്. എൻ്റെ പേര് ഗുരു ദിവ്യ നാഗ സൈരന്ത്രി ദേവി എന്നാണ്. നാഗച്ചേച്ചി, നീ എന്താ എന്നെ ചേച്ചി എന്ന് വിളിച്ച് ഒരു ചെറുപ്പക്കാരിയാവാന്നോടി ഷെബീന ബീബി? ചേച്ചി എന്നല്ലാതെ നാഗ എന്ന അനിയത്തിന്ന് വിളിച്ചാലോ? ചേച്ചി പറയുന്നത് ഷെബീനയുടെ അത്രയും പ്രായമായിട്ട് മുതുക്കി മുതുക്കി പേട്ട് മുതുക്കി നാഗത്തേട്ട് അവളുടെ തളയുടെ കൂടിക്കത്തിന്ന് ഞാൻ ഇറങ്ങിയത്. നീ എൻ്റെ ചേച്ചിയോ? നിന്റെ ചേച്ചിയാണോടി ഞാൻ. എൻ്റെ പേര് ഗുരു ദിവ്യനാഗ സൈരന്ത്രി ദേവി എന്നാണ്. ഞാൻ കംപ്ലീറ്റ് കുടിക്കും. ഞാൻ ഏതറ്റം വരെ, നീ ഏതറ്റം വരെ പോകും മയിരെ? കാലിൻ്റെ ഇടയിൽ കിടക്കുന്നത് തൂങ്ങിക്കിടക്കുന്നതാണോ ഒട്ടിപ്പിടിച്ചതാണോ എന്ന് നോക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെപ്പോ ഒരുപാട് പ്രഡിക്ഷൻ കണ്ടായിരുന്നു ബിഗ് ബോസ് ടീമിന്റെ. ഇനി നമ്മുടെ ബിഗ് ബോസ് വരുവാണല്ലോ, അതിനകത്ത് ഒരു പ്രഡിക്ഷൻ കണ്ടായിരുന്നു. നാഗചേച്ചി ബിഗ് ബോസിലേക്ക് പോകുന്നതായിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു. ബിഗ് ബോസിൽ എങ്ങാനും നാഗചേച്ചി പോയാൽ തീർന്ന് തെറിയഭിഷേകമായിരിക്കും അതിനകത്ത്. ഒരുപാട് വൃത്തികേടായിട്ട് ഇവര് പറയുന്നത്. പിള്ളേരൊക്കെ എടുത്തു നോക്കുന്ന ഫോണൊക്കെ പിള്ളേരൊക്കെ എടുത്ത് നോക്കുന്നതല്ലേ നടക്കുന്നു. എന്ത് മൈര പെണ്ണ നീ? എനിക്ക് നാണോമാനോ ഉണ്ടോ? നീ ആരും നിന്റെ കാലിന്റെ ഇടയിൽ ഇരിക്കുന്ന സാമാനം ഏത്? എനിക്ക് ഇത് കണ്ടിട്ട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെയൊക്കെ നല്ലതിന്, ഈ പെൺപിള്ളാരുടെ അല്ലെങ്കിൽ ലേഡീസിന്റെ എല്ലാവരുടെയും ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഷെഫീന ബീവി പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്ത് പറയാനാണ്? അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.